കർത്താവിന്റെ മുമ്പിൽ നമ്മൾ കരയാൻ പഠിച്ചാൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കരയേണ്ടി വരില്ല. ലോകം വെച്ച് നീട്ടുന്ന അനുഭവങ്ങളുടെ നടുവിൽ കരയാതിരിക്കാൻ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കരയാൻ പഠിച്ചാൽ മതി. ദൈവമേ, ഒരു വിഷമ വേദന വരും, ദൈവമേ എന്നൊന്ന് വിളിക്കാനുള്ള ഒരു നമ്മൾ ചില കുടുംബാംഗങ്ങളൊക്കെ മാതാപിതാക്കളൊക്കെ ഒന്ന് പറയാറുണ്ട് വെച്ചാൽ, ഇത്രയൊക്കെ ആയിട്ടും മകൻ ഒന്ന് ദൈവത്തെ വിളിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഒരു രക്ഷയില്ല. തീർന്ന് നശിച്ച് നാറാണക്കല്ലെടുത്ത് ഒന്നും തീരാനില്ല, എല്ലാം തീർന്നു. എന്നാലും ദൈവമേ എന്ന് വിളിക്കരുത്. പിശാചിനെ വേണമെങ്കിൽ വിളിച്ചു അപ്പോഴും എന്റെ നാവിന്ന് ദൈവമേ എന്നൊരു വാക്ക്, കർത്താവെന്നൊരു വാക്കും പറയാൻ ഇതൊരു കഠിനമാണെന്ന് ചെയ്യുന്നത്. എല്ലാം ദൈവം അനുവദിക്കുന്നതല്ല എങ്കിൽ പോലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മള് ഈ ലോകത്തിന്റെ നടുവിൽ ആദ്യം, ഈ പ്രശ്നത്തിന്റെ ദുരിതത്തിന്റെ നടുവിൽ ആദ്യം കർത്താവേ എന്നാ വിളിക്കേണ്ടത്. ചേട്ടാ ഓടിവായോ എന്നല്ല എന്നുണ്ട്, കർത്താവേ എന്നാ വിളിക്കേണ്ടത്. ചേട്ടനെ വിളിച്ചോ, ചേട്ടനെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. ആദ്യം എന്ത് ചെയ്യണം? കർത്താവിനെ വിളിക്കണം. അതാണ് സങ്കീർത്തനം 50:15. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ.